നമസ്കാരം. ഫെങ്ഷുയി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, മുൻകാല എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചത് ദിശകളെക്കുറിച്ചാണ്. ഇന്ന് ഏത് ദിശയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ദിശയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ തെക്ക് പടിഞ്ഞാറ് ദിശയെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു തന്നത്. എന്നാലും ഒന്നുകൂടെ ഞാൻ കുറച്ചൊന്ന് ഓർമ്മിപ്പിക്കാം. തെക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്ന വീടിൻ്റെ കന്നിമൂല ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ ഒന്നും വരാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു പക്ഷേ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെടി വെച്ചുകൊണ്ട് നമ്മുടെ അതിൻ്റെ ദോഷത്തെ മാറ്റിയെടുക്കാം. അധികം സ്പേസോ കാര്യങ്ങളോ ഒന്നും ആ ഭാഗത്ത് പാടില്ല. അതുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. വീട്ടിലുള്ള ഗ്രഹനാഥന് ഉണ്ടാകുന്ന ഈ മയക്കുമരുന്നും മദ്യപാനത്തിൻ്റെയൊക്കെ ആസക്തി ഉണ്ടാകുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ദോഷം കൊണ്ടാണ്. അതേപോലെ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും ബാക്കി എല്ലാ പ്രശ്നങ്ങളും തെക്ക് പടിഞ്ഞാറുണ്ടാകുന്ന ആ ഒരു ദോഷത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. അപ്പം അത് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞായിരുന്നു. ടോയ്ലറ്റിൻ്റെ കാര്യം സെപ്റ്റിക് ടാങ്കിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. കാരണം വീടിന് ആ ഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ മുള, അല്ലി എന്നൊക്കെ പറയില്ലേ, അല്ലിമുള എന്നൊക്കെ പറയുന്ന ഒരു മഞ്ഞ മുള വാങ്ങി ആ ഭാഗത്ത് തട്ട് കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്കിതിൽ നിന്ന് ഉണ്ടാവാം. കാരണം അവിടെ ഈ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ ഈ ഒരു അതിഗ്രനായ അസുരനാണ് വാഴുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ ദോഷത്തെ കുറേ മാറ്റിയെടുക്കുവാനും അതിന് മഞ്ഞമുള നമുക്ക് ഉപയോഗിക്കാം. ഇത്രയാണ് നമുക്ക് തെക്ക് പടിഞ്ഞാറെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പടിഞ്ഞാറ് ദിശ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറയാനുണ്ട്. പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് സ്പേസ് കുറവായിരിക്കണം, പടിഞ്ഞാറ് പൊങ്ങിയ ഭൂമിയായിരിക്കണം, പടിഞ്ഞാറ് വലിയ മരങ്ങൾ വേണം എന്നൊക്കെ പറയാറുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ അസ്തമയ സൂര്യൻ്റെ ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. ഈ ചൂട് നമുക്ക് വീട്ടിലുള്ള അംഗങ്ങൾക്ക് ആ ചൂട് കിട്ടിയാൽ ഉഷ്ണ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ എപ്പോഴും നമ്മളൊരു ഭൂമി വീട് വയ്ക്കുവാൻ സെലക്ട് ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയ ഭൂമിയും കിഴക്ക് താഴ്ന്ന ഭൂമിയും വേണമെന്ന് പറയാനുള്ള മെയിൻ കാരണം അസ്തമയ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ വീട്ടിലോട്ട് അധികം കിട്ടാതിരിക്കുവാൻ വേണ്ടിയാണ്. സാർ, ഇപ്പോൾ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും പടിഞ്ഞാറ് ദർശനമുള്ള വീടുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ വാസ്തു പ്രകാരം നോക്കി വയ്ക്കുന്ന വീടുകളായിരിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്? അതിനകത്ത് ആ പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഫ്രണ്ടിലൊരു സ്ഥലം ഉണ്ടല്ലോ, മുറ്റം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തിന് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി നല്ല ഹൈറ്റുള്ള ചെടികളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു പ്രകാശത്തെ നമ്മുടെ വീട്ടിലോട്ട് കിട്ടാത്ത രീതിക്ക് നമുക്കൊരു ബ്ലോക്ക് ചെയ്യാനുള്ള ഇത് പറ്റും. അങ്ങനെ ആ ഒരു ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ള ആ ഒരു പ്രശ്നത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ഇതാണ്. അസ്തമയ സൂര്യൻ്റെ ആ കിരണങ്ങളുടെ ഇത് ചൂട് ഒത്തിരിയാണ്. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഏറ്റവും മെയിൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വയ്ക്കണം എന്ന് പറയാറുള്ളത്. ഫെങ്ഷുയി മുഖേന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറിൻ്റെ അധിപൻ എന്ന് പറയുന്ന ലോഹമാണ്. അവിടുത്തെ ഒരു മൃഗമുണ്ട്. ഫെങ്ഷുയിൽ ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട്. 4 ദിശകളിൽ 4 മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വടക്ക് ആമ, കിഴക്ക് ഡ്രാഗൺ, തെക്ക് ഫിനിക്സ്, പടിഞ്ഞാറ് വെള്ള കടുവ എന്നാണ് പറയാറ്. അതാണ് ആ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഒരു മൃഗം. അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ വീട്ടിലെ മുതിർന്ന കുട്ടികളെ ആണ് ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ എല്ലാ മുതിർന്നതെന്ന് മാത്രമല്ല എല്ലാ കുട്ടികളെയും അത് ആ പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവർക്ക് അത് ബാധിച്ചേക്കാം. അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ ദിക്കായിട്ട് നമുക്കത് പറയാൻ കഴിയും. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിന് കുറേ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ബാലാരിഷ്ടത പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പല കുട്ടികളും പിന്നെ പല ആൾക്കാർക്കും പഠിക്കുന്നുണ്ട്, മകൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ കാണത്തക്ക രീതിയിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഒന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാം ടൈമിന് റിസൾട്ട് കറക്റ്റായിട്ട് എല്ലാ കുട്ടികൾക്കും മെയിൻ പ്രോബ്ലം അവർ പഠിച്ചുകൊണ്ട് വരുന്നത് പരീക്ഷയ്ക്കൊന്നും ഓർത്തിരിക്കുന്നില്ല. അതെ, അങ്ങനെയുള്ള ഒരു മെമ്മറി പവറൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാനുള്ള ഇത് വീടിൻ്റെ വെസ്റ്റ് ഡയറക്ഷനാണ്. ആ ഭാഗം വളരെ നീറ്റായിട്ട് കുട്ടികൾ പഠിക്കുവാനൊക്കെ ഒരുവിധം കൊള്ളാമെന്നുള്ളത് വെസ്റ്റ്. നമ്മളിപ്പം നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്ന് പഠിക്കാം, എന്നാലും വെസ്റ്റും ബെറ്ററാണ്. വെസ്റ്റ് ഭാഗത്തുള്ള റൂമിൽ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്ത് ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുമായിട്ട് ഇപ്പം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ആ വീട്ടിന് ആ ഭാഗം ക്ലിയറായി കഴിഞ്ഞാൽ ആ
എത്ര മെഡിസിൻ കഴിച്ചാലും അതുണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള ദോഷങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമല്ല, ഈ കന്നിമൂലയിലുള്ള കാര്യം പറഞ്ഞതുപോലെ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പേരുദോഷം കേൾക്കുവാനുള്ളൊരു പ്രശ്നവും കൂടെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദോഷം കൊണ്ട് നമുക്കുണ്ടാവാം. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ ഭാഗം ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സാർ, അപ്പോൾ മെയിനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികളുടെ ദിക്കാണ് പടിഞ്ഞാറെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കിഴക്കോട്ട് നോക്കി കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഈ കുട്ടികളുടെ ദിക്കാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങൾ, കാര്യങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മൾ പടിഞ്ഞാറിൻ്റെ ആ പടിഞ്ഞാറ് റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പടിഞ്ഞാറ് കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു ദോഷങ്ങളൊക്കെ കുറേ മാറ്റം ഉണ്ടാകും. പഠിക്കുവാൻ ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒന്നുകിൽ കിഴക്കോട്ടിരിക്കുകയോ അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കുകയോ പഠിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അത് പഠനവുമായിട്ട് ബന്ധപ്പെടുന്ന എപ്പിസോഡ് വരുന്നുണ്ട്, അതിൽ ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് കുട്ടികളുടെ ആ ഒരു അസുഖങ്ങൾ വരുവാനുള്ള മെയിൻ കാരണം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രോബ്ലംസ് കൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം രൂക്ഷമാവും എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികൾക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. അവരിപ്പോൾ എന്താ പറയുക, ഈ അസുഖങ്ങളെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ വിട്ടുമാറാത്ത കരച്ചിലൊക്കെ കിട്ടുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുന്ന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറ്. അപ്പം ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നാൽ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട റെമഡി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു തടാകത്തിൻ്റെയൊക്കെ പിക്ചർ നമുക്ക് സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അത് വാങ്ങിയിട്ട് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയിൽ, ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ദോഷം കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോൾ സാർ, ഈ കന്നിമൂല ഭാഗം പോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും സെപ്റ്റിക് ടാങ്കൊന്നും വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. വീടിൻ്റെ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് വരാൻ പാടുള്ള ഭാഗമുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന ദോഷങ്ങളാണുള്ളത്. അതേപോലെ നമുക്ക് ആ ദോഷം മാറുവാനുള്ളതാണ് പറഞ്ഞത്. ഈ പറയുന്ന ഈ തടാകത്തിൻ്റെ പിക്ചർ ഒട്ടിച്ചു വയ്ക്കുക, അല്ല എങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ പിക്ചർ ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കുക. ആ ടോയ്ലറ്റിൻ്റെ പുറത്തുള്ള ഡോറിൽ ഒരു റെഡ് കളർ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ആ ദോഷം കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത്, കറക്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പടിഞ്ഞാറ് ഡയറക്ഷനുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിന് തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ ഭാഗത്തായിട്ട് അവർ സിറ്റ് ഔട്ടും വർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഈ പടിഞ്ഞാറ് ഭാഗം വളരെ താഴ്ത്തിയിടും. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമുക്ക് നോക്കേണ്ടത്, ഒരു വീട് വയ്ക്കുവാൻ ഒരു ഭൂമി കാണുമ്പോൾ പടിഞ്ഞാറ് ഭാഗം അതേപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും നല്ല ഹൈറ്റിൽ വേണം. വടക്ക് കിഴക്ക് ഭാഗം കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ് അതിനേക്കാളും ഹൈറ്റ് കുറഞ്ഞായിരിക്കണം വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞായിരിക്കണം കിഴക്ക് ഭാഗം, അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞായിരിക്കണം വടക്ക് കിഴക്ക് ഭാഗം. അതായത് ഒരു സ്ലോപ്പ്, അതായത് ഒരു ശകലം വെള്ളം നമ്മൾ ആ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗത്തോട്ട് വേണം അത് ഒലിച്ചു പോകുവാൻ എന്നുള്ളൊരു ഇതാണ് വീടിൻ്റെ ഒരു പൊസിഷൻ. നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക് എഫക്റ്റ് പണ്ടുള്ള ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ഓരോ കാര്യങ്ങളിലും അതിൻ്റേതായ എഫക്റ്റിന് വേണ്ടിയാണ്, അതിൻ്റേതായ സയൻറ്റിഫിക് എഫക്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗം എപ്പോഴും സ്പേസ് കുറച്ചേ വേണ്ടൂ, അതേപോലെ തന്നെ തെക്ക് ഭാഗം സ്പേസ് കുറച്ചേ വേണ്ടൂ. വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ കിഴക്കും വടക്കും ഭാഗം നല്ല സ്പേസ് വേണം. അതായത് ഈ അസ്തമയ സൂര്യനിൽ നിന്ന് വരുന്ന ഒത്തിരി ചൂട് നമ്മളെ വീട്ടിലോട്ട് കിട്ടാതിരിക്കുവാനും വേണ്ടിയാണ് ആ പടിഞ്ഞാറ് ഭാഗം സ്പേസ് കുറച്ച് മതിയെന്ന് പറയാതെ വലിയ വലിയ മരങ്ങൾ പടിഞ്ഞാറ് നട്ടുപിടിപ്പിക്കാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം ഈ അസുഖങ്ങളിൽ നിന്ന് തടയുവാൻ വേണ്ടിയാണ്. ഫെങ്ഷുയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലോഹമാണ് ധാതു എന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗത്തുള്ള എനർജി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറേ പ്രശ്നങ്ങളുടെ മാറ്റം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ടത് ഈ വിൻ ചൈംസ് ഒക്കെ കിട്ടും. ഫെങ്ഷുയുടെ ടൂളുകളാണ് വിൻ ചൈംസോ കോയിൻസൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷു അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. ഇല്ല, നമുക്കത് ഉപയോഗിക്കാം. കോമൺ ആയിട്ട് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിൻ ചൈംസ് നമുക്ക് ഉപയോഗിക്കാം. അത് ശ്രദ്ധിച്ച് അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ ധാതു എന്ന് പറയുമ്പോൾ ലോഹമാണ്. ആ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഇതിനകത്തുള്ളത്.
ആ എനർജി ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വീട്ടിനകത്തുള്ള കുട്ടികളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റം ഉണ്ടാവും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, അസുഖങ്ങളുടെ മാറ്റം ഉണ്ടാവും. വീട്ടിൽ ഫുള്ളി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം വളരെ പടിഞ്ഞാറ് മാത്രമല്ല എല്ലാ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടണം. ഓരോ ഭാഗത്തും ഇപ്പം ഓരോരുത്തർ എന്നെ വിളിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇന്ന പ്രോബ്ലം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം പറയുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും. നമുക്ക് ഇന്ന വീട്ടിൻ്റെ ഇന്നതാണ് പ്രശ്നം, ഏത് ഭാഗത്താണ് പ്രശ്നം എന്ന് അറിയാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുക. ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അതിനുള്ള പരിഹാരം ചെയ്തു തരാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം.